അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റോഡ് നമ്മൾ റോഡ് വരച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു റെഡ് നോഡ് എന്നാണ് ഇതിന് പറയുക. റെഡ് നോഡ് വന്നു, ഒരു ഗ്രീൻ നോഡ് വന്നു. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റോഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. അല്ല വേണ്ട, അതിന് നമുക്ക് ടെറൈൻ പഠിക്കാം. അപ്പോൾ കീബോർഡിൽ പി ഉണ്ടല്ലോ, പി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസിൻ്റെ പി ഒന്ന് ഒരു തവണ ക്ലിക്ക് ചെയ്താൽ മതി. പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പച്ച ബട്ടണിലല്ല ചുവപ്പ് ബട്ടണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മെനു പോപ്പപ്പ് ചെയ്ത് വരും തന്നെ. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ബാക്കിയുള്ള ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത്. അപ്പോൾ ഈ മെനു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് റോഡ് ഏത് ടൈപ്പാണെന്നുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ മാപ്പിൽ നമ്മൾ വരച്ച റോഡ് അവിടെ മാറിക്കോളും. ഇത് റെയിലാണ്. ഒരുപാട് പലതരത്തിലുള്ള റോഡുകളുണ്ട്. നമ്മുടെ കട്ട് റോഡ്, കുഞ്ഞു റോഡ്, മഡ് റോഡ്, അസ്ഫാൾട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ടാറിൻ്റെ കളർ ഉണ്ടല്ലോ, അതാണ്. ഇപ്പം നമ്മൾ റോഡിൻ്റെ ടൈപ്പാണ്. ഇപ്പോൾ ഒരു ഹൈവേ, ഇപ്പോൾ തൃശ്ശൂർ പാലക്കാട് ആ സ്ഥലത്തുള്ള സെറ്റപ്പൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഡബിൾ ഫേസ് ഹൈവേ വേണ്ടി വരും. 3 വരിപ്പാത അല്ലെങ്കിൽ 6 വരിപ്പാതയൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട റോഡ് നമ്മൾ ആദ്യം ചൂസ് ചെയ്യാം. അതാണ് ഈ ഓപ്ഷൻ, ഈ റോഡ് ടൈപ്പ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അസ്ഫാൾട്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ കളർ ഉണ്ടല്ലോ, ആ റോഡിൻ്റെ മെറ്റീരിയലാണ്. അസ്ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ടാറാണ്. ഇപ്പോൾ നമ്മൾ ഡെർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വീതിയുള്ള ഒരു എന്താ പറയുക, ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു മഡ് റോഡായി. കറക്റ്റ് വില്ലേജുകളിൽ, ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ഒരു മഡ് റോഡ് പോലത്തെ റോഡായി. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അത് രണ്ടും കഴിഞ്ഞു. അപ്പോൾ റോഡ് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്തു. ആ 2 ഓപ്ഷൻ അവിടെ കഴിഞ്ഞു. പിന്നെ ഇവിടെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. സിറ്റി റോഡാണോ മഡ് റോഡോ ഏതാണോ ചൂസ് ചെയ്യണമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ സെറ്റിങ്സ് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊന്ന് എൻ്റർ അടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് സി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഗ്രൗണ്ട് ലെവലിൽ നമുക്കിങ്ങനെ പോയി നോക്കാൻ പറ്റും. അതിങ്ങനെ നോക്കുമ്പോൾ ഈ റോഡിനൊക്കെ ഒരു ചെറിയൊരു ക്വാളിറ്റി കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പിയിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യാം. പ്രോപ്പർട്ടീസ് വന്നതിന് ശേഷം ഇവിടെ ഒരു ഹൈ പോളി റോഡ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഹൈ പോളി റോഡിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എനിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മിനിറ്റ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? അത് കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി ഫീൽ ഉണ്ടാവും. പിന്നെ എത്ര സ്ട്രെച്ച് ആയിട്ടുണ്ടെങ്കിലും ആ കെർവുകളിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഹൈ പോളി എപ്പോഴും എനേബിൾ ചെയ്തിടാം. പിന്നെ ഈ നോ കൊളീഷൻ എപ്പോഴും നമ്മൾ എനേബിൾ ചെയ്തിടണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ഫോൾട്ട്, ഒരു തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. നോ കൊളീഷൻ എന്തിനാണ് എനേബിൾ ചെയ്യുന്നുള്ള കാര്യം. അതൊരു എറർ വരും. നിങ്ങൾ മാപ്പ് സേവ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ റൺ ചെയ്യുമ്പോൾ ഒരു എറർ വരും. അതുകൊണ്ടാണ് ഈ നോ കൊളീഷൻ എപ്പോഴും ടിക്ക് ചെയ്യണം. ഇതൊന്നും ആവശ്യമില്ല. നോ AI വെഹിക്കിൾസ്, അതായത് ട്രാഫിക് ഒന്നും വേണ്ടാന്നാണെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്യാം. അതിന് നോ ബൗണ്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ റോഡിൽ കൂടെയാണ് നമ്മൾ സാധാരണ ഈ വണ്ടികൾ പോകുന്നത്. ഈ നോ ബൗണ്ടറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻവിസിബിൾ വാൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചില ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു ബിൽഡിങ്ങോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതാണ് ഈ സംഭവം എനേബിൾ ചെയ്യുമ്പോഴാണ് അത് അവിടെ വരുന്നത്. ഓക്കെ, ഇതൊന്നും കാര്യമില്ല. ലോ പോളി വെജ് എന്ന് പറഞ്ഞാൽ വെജ് എന്ന് പറഞ്ഞാൽ വെജിറ്റേഷനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിതിന് ചുറ്റും മരങ്ങളോ മലകളോ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അത് ഹൈ ക്വാളിറ്റി വേണോ ലോ പോളി വേണോ. അത് നമ്മൾ മാപ്പൊക്കെ ഡിസൈൻ ചെയ്ത് കളിക്കുമ്പോൾ നമ്മുടെ PC വലിയ കോൺഫിഗറേഷനൊന്നും ഇല്ലാത്തൊരു PC ആണെങ്കിൽ നമ്മൾ ഈ ലോ പോളി സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഇവിടെ എത്ര ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ടെറൈൻ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറൈൻ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ ഡ്രോൺ വ്യൂ വന്നല്ലോ. ഇവിടെ 2 ഉണ്ട്, പച്ചയുണ്ട് ചുവപ്പുണ്ട്. പച്ചയിലാണ് നമ്മൾ എന്താവശ്യം ഉണ്ടെങ്കിലും പച്ചയുടെ അടുത്താണ് ചുവപ്പിൻ്റെ അടുത്താണ് ക്ലിക്ക് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് എടുക്കണമെങ്കിൽ ചുവപ്പിൻ്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾ നോഡ് ക്ലിക്ക് ചെയ്യുന്നത്. ടെറൈൻ. അപ്പോൾ ടെറൈൻ ഞാൻ പറഞ്ഞുതരാം. ഇതിലൊരു തവണ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ടെറൈൻ്റെ സൈസ് ഉണ്ട്, ഇത് 80 ആണ് കിടക്കുന്നത്. അതായത് ഈ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഈ സംഭവങ്ങളാണ് ടെറൈൻ ഇവർ ഉദ്ദേശിക്കുന്നത്. അത് എത്ര വീതി വേണം, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന റോഡിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഞാനൊരു 40 കൊടുക്കുകയാണ്. 40 എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, അത് ഈ സൈഡാണ് മാറിയത്. അത് റോഡിൻ്റെ ഇത് കണ്ടോ, ഇത് ലെഫ്റ്റ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്,
ഇവിടെ റൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. റോഡിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ മാറ്റം വരുത്തുന്നത്. ഇവിടെ നമ്മൾ 40 കഴിയുമ്പോൾ 40 കഴിയുമ്പോൾ ആ ഒരു വ്യത്യാസം അവിടെയും വന്നു. അതാണ് ആ സംഭവം. പിന്നെ ടെറൈൻ ഷെയ്ഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും മുകളിൽ നമുക്ക് അവിടെ അസ്ഫാൾട്ട്, അതായത് ഈ റോഡിന് ചുറ്റുമുള്ള നിരപ്പായ സ്ഥലം ഉണ്ടല്ലോ, അതിന് എന്ത് കളർ വേണം, എന്ത് ടെക്സ്ചർ വേണം, അതായത് ഇപ്പോൾ ഒരു മല പോലെ വേണോ, അതായത് ഗ്രീൻ വേണോ, പാടത്തിൻ്റെ വേണോ, എന്ത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇതൊരു ഗൂഗിൾ മാപ്പിലൊക്കെ കാണുന്ന ഒരു സാറ്റലൈറ്റ് ഇമേജ് പോലത്തെ ഒരു സാധനം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ ആരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും ഇല്ലേ, അല്ല ബാക്കോ ഫ്രണ്ടോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാറ്റിയാൽ മതി. അപ്പോൾ ഈ ടെറൈൻസും ടെക്സ്റ്റേഴ്സൊക്കെ മാറും. അപ്പോൾ ഞാൻ പച്ച വെച്ചു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ കാണിച്ചു തരാം. പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിരപ്പായൊരു പ്രതലമാണല്ലോ. ഇപ്പോൾ 45 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് പോയി, അത് കുറച്ച് ഭംഗി വന്ന് അങ്ങനെ. ഇതിൽ അത് നിങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. വേറൊരു വ്യത്യാസങ്ങൾ അതിനകത്ത് വരുന്ന കാണാം. ഒരു മല പോലെ ആക്കാം, അല്ലെങ്കിൽ ഒരു കുന്നിൻ ചെരുവ് പോലെ, ഒരു സ്റ്റീപ്പ് സ്ലോപ്പ് പോലെ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. നമുക്ക് യോജിച്ചൊരു സാധനം അതിനകത്ത് ചൂസ് ചെയ്യാം. അവിടെ അത് കഴിഞ്ഞു. പിന്നെ അടുത്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ലെഫ്റ്റും റൈറ്റും ആണെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഇവിടെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വരുത്തണമെങ്കിൽ ഈ സാധനത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ എന്താ വന്നത്, ടെക്സ്ചർ നിങ്ങൾ സെലക്ട് ചെയ്ത് ആദ്യം നമ്മൾ ചെയ്തില്ല, ആ ടെക്സ്ചർ ഇവിടെ വന്നു. ഇതിലൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുന്നും പ്രദേശം വന്ന് അങ്ങനെ. അവിടുത്തെ 2 കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കവർ ചെയ്യുന്നത്. എന്തെങ്കിലും പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് മരങ്ങളോ വെജിറ്റേഷനോ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെജിറ്റേഷനിൽ തന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഈ വെജിറ്റേഷനും ഇതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് റോഡ് ടെറൈൻ ലെഫ്റ്റും റൈറ്റും ഉണ്ട്, വെജിറ്റേഷനും ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അപ്പോൾ വെജിറ്റേഷനിൽ തന്നെ നമുക്ക് 3 തരം മരങ്ങളെ ആഡ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ 3 ഓപ്ഷൻസ്. നൺ 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 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് 3 ഓപ്ഷൻ. അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഏതാ വേണ്ടത്, ഇപ്പോൾ ഒരു മിക്സഡ് ഫോറസ്റ്റ് മരങ്ങൾ ആദ്യം സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഫ്രം ടു എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ എത്രയാണോ വാല്യൂ കൊടുക്കുന്നത് ടെറൈൻ, അതായത് നമ്മുടെ റോഡിന് ചുറ്റും 40 മീറ്റർ ആണ്. ഫോർ എക്സാമ്പിൾ ഒരു 40 മീറ്റർ ആണുള്ളതെന്ന് വെച്ചോ. 0 മീറ്റർ എന്ന് പറഞ്ഞാൽ റോഡ് തുടങ്ങുന്നതാണ് 0 മീറ്റർ. തുടങ്ങുന്ന തൊട്ടിട്ട് ഇവിടെ ഇങ്ങനെ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ പോയിട്ട് 40, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 0 തൊട്ടിട്ട് 40 വരെയും നിങ്ങൾക്ക് മരങ്ങൾ വേണമെന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ. അപ്പോൾ ഞാനൊരു 30 വരെ, അല്ലെങ്കിൽ ഒരു 30 വരെ എനിക്ക് ആ മരങ്ങൾ മതിയെന്ന് ഞാൻ കൊടുത്തു. ഇത് 0 റോഡിൻ്റെ അടുത്ത് തന്നെ തുടങ്ങിയിട്ട് 30 വരെ. അപ്പോൾ റോഡിനോട് തൊട്ടടുത്ത് നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ അതൊരു 10 ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചങ്ങ് നീങ്ങിപ്പോവും. അല്ലെങ്കിൽ ഒരു 5 ആക്കി കൊടുത്താൽ മതി. അപ്പോൾ റോഡിലോട് തൊട്ട് നിൽക്കുകയില്ല, എന്നാൽ കുറച്ചങ്ങ് മാറി വെക്കുകയും ചെയ്തോളൂ. അതങ്ങനെ. അപ്പോൾ അത് ആ സെയിം സാധനം ഇപ്പുറത്തേക്ക് ആക്കണമെങ്കിൽ ഈ സാധനം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പുറത്തും വന്നു. അടുത്ത സെക്കൻഡ് സെറ്റ് ഓഫ് വെജിറ്റേഷൻ, ഇത് റോബസ്റ്റ് ഫാം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം നമ്മുടെ തെങ്ങ് പോലത്തെ ഉള്ളൊരു അത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെവിടെയാണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ 0 വേണ്ട, എനിക്കൊരു 10 തുടങ്ങിയിട്ട് ഒരു 40 വരെ എനിക്ക് വേണം. അപ്പോൾ അതങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം മൂന്നാമത്തത് സെറ്റ് ചെയ്യാം. ഇത് 0 to 0 വേണ്ട, ഒരു 20 കൊടുക്കും. 20ാമത്തെ പൊസിഷൻ തുടങ്ങി 40 വരെ എനിക്ക് മതി. അതും സെലക്ട് ചെയ്യാം. ഇപ്പോൾ അതും വന്നിട്ടുണ്ട്. പിന്നെ ഈ ബട്ടൺസ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് കൊടുത്തത് ഓട്ടോമാറ്റിക്കലി ഇവിടെയും കയറി വന്നോളൂ. ഇത്രയും കാര്യങ്ങളായിട്ട് നമ്മളൊന്ന് എൻ്റർ അടിക്കാം. നമുക്കിനി താഴത്ത് എന്താണ് വ്യത്യാസം വന്നതെന്നൊന്ന് പോയി നോക്കാം. ഇതിപ്പോൾ ഡ്രോൺ വ്യൂ ആണല്ലോ. ഇനി കീബോർഡിൽ C അടിക്കുക. നിരപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നിരപ്പിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നടന്നത്. കണ്ടോ, ഇതേ നമ്മളാ കൊടുത്ത തെങ്ങ് ഏറ്റവും പുറകിൽ മാറി നിൽക്കുന്നു. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ കൊടുത്തില്ലേ, അതാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വ്യത്യാസം എങ്ങനെയാണ് വരുത്തുക എന്നുള്ള കാര്യം നോക്കാം. ഇതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു പ്ലെയിൻ മാത്രം നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ വല്ല മാറ്റുകയാണെങ്കിൽ കളർ മാറ്റാം കേട്ടോ. ഇതുണ്ട്, ഇത് കുറച്ചും കൂടി ഒരു പച്ചയുള്ളൊരു സാധനമായല്ലോ. പിന്നെ കുറച്ച് മരങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടും കൂടി വെക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്.
കാണിച്ചാൽ ഇവിടെ ഈ സ്പാസിറ്റി എന്ന് പറയുന്ന സാധനമല്ലോ 400 എടുക്കുന്നത്. അപ്പം ഞാനത് 300 ആക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഇവിടെ കുറച്ച് കൗണ്ട് മരങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടാവും. സ്ക്രീൻ വലുപ്പം പോരാ. 300 വാല്യൂ ഇവിടെ നമ്മൾ കുറയ്ക്കുന്നതനുസരിച്ച് അവിടെ മരങ്ങളുടെ കൗണ്ട് കൂടും. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചും കൂടെ തിക്കായതുണ്ടോ. അത് ഇതേപോലെ തന്നെ നമുക്കിത് കൊടുങ്കാടാക്കണമെങ്കിൽ ഇതിൽ 200 കൊടുത്ത് ഇതിലൊരു 300 കൊടുത്താൽ മതി. അപ്പോൾ ഫുൾ തിക്കായിരിക്കും. ഇപ്പം നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗമാണ് ആയത്. അതേപോലെ തന്നെ ഈ ബട്ടൺസ് ക്ലിക്ക് ചെയ്താൽ മതി. 1 2 3 ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ അങ്ങ് പോയിക്കോളൂ. സി അടിച്ചൊന്ന് പോയി നോക്കാം. കണ്ട ഒരു റോഡ് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ടല്ലേ. ഇത്രയുള്ളൂ. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു റോഡ് വരയ്ക്കാൻ പഠിച്ചു. പിന്നെ റോഡ് വരയ്ക്കാൻ പഠിച്ചിട്ട് അതിൽ തന്നെ ഈ സാധനങ്ങളും സെറ്റ് ചെയ്തു. ഏത് മരങ്ങൾ സെറ്റ് ചെയ്യാൻ പഠിച്ചു, ടെറൈൻ സെറ്റ് ചെയ്ത് ചുറ്റും ഇത് കൊടുക്കുന്നത് സെറ്റ് ചെയ്ത്. ഇനി നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിലും റോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ട്രാഫിക് കൊടുക്കുന്ന എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, വീടുകൾ വെക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യാം. സോറി, ഞാൻ മൈക്കിൽ എന്തൊരു ചെറിയൊരു മൈക്കൊന്നും ഇല്ല, ഒരു ഹെഡ്ഫോൺ വെച്ചിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്.